അപ്പോൾ ക്യാൻസലേഷനിൽ അടുത്ത ടൈപ്പാണ് നമ്മൾ നോക്കുന്നത് 9x = 63. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങളെ വേറൊരു കാര്യം പഠിപ്പിക്കാൻ പോവാണ്. ഈക്വൽ ടു സിമ്പൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈക്വൽ ടു സിമ്പലിൻ്റെ അർത്ഥം ഈക്വൽ ടുവിൻ്റെ ഇടതുവശത്തുള്ളതും ഈക്വൽ ടുവിൻ്റെ ഇടതുവശവും വലതുവശവും ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഇടതുവശവും വലതുവശവുമുള്ള കാര്യങ്ങൾ ഒരേ മൂല്യമാണെന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ 2 + 2 = 4. രണ്ടും രണ്ടും കൂട്ടിയാൽ 4 വരും. രണ്ടും രണ്ടും കൂട്ടിയാൽ 4 വരും. ഞാൻ ഈ 4ൽ നിന്നും 2 കുറയ്ക്കുന്നു. 4ൽ നിന്ന് 2 കുറച്ചാൽ എന്ത് വരും? എനിക്ക് കിട്ടും 2 കിട്ടും. 4 - 2 = 2 അല്ലേ? ഇങ്ങനെ നോക്കാം. ഇടത്തുനിന്ന് വലത്തോട്ട് നോക്കാം, വലത്തുനിന്ന് ഇടത്തോട്ടും നോക്കാം കേട്ടോ. ഇടത്തുനിന്ന് വലത്തേക്കും നോക്കാം, വലത്തുനിന്ന് ഇടത്തോട്ടും നോക്കിയാൽ ഒരേ അർത്ഥം തന്നെയാണ്. ആണല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ 2ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ നമുക്ക് 4 കിട്ടിയെങ്കിൽ 4ൽ നിന്നും 2 കുറഞ്ഞാൽ നമുക്ക് 2 കിട്ടും. ഈ സൈഡിലുള്ള 2വിനെ പിടിച്ച് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു. ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. ലെഫ്റ്റിൽ കിടന്ന ഒരു 2വിനെ ലെഫ്റ്റിൽ കിടന്ന ഒരു +2വിനെ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നപ്പോൾ അത് -2 ആകുകയാണെങ്കിൽ ആ വാല്യൂ കറക്റ്റായിട്ട് നിൽക്കും. ലെഫ്റ്റിലും 2 ആകും, ഇവിടെയും 2 ആകും. ദാറ്റ് ഈസ് ഈക്വൽ 4 - 2 = 2. 2 = 2 എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മൂല്യം മാറത്തില്ല. അപ്പോൾ ഒരു ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിൽ പ്ലസ് ഉണ്ട്, അത് അപ്പുറത്തെ സൈഡിൽ പോയാൽ മൈനസ് ആകുകയാണെങ്കിൽ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും മൂല്യം മാറത്തില്ല. ഇതേ കണക്ക് 3 - 2 = 1. അപ്പോൾ ഈ -2വിനെ ഞാൻ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരുന്നു എന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 + 2 ആയെന്ന് കരുതിക്കോ. 1 + 2വിൻ്റെ വാല്യൂ എത്ര? 3. അപ്പോൾ ഈ സൈഡിൽ മിച്ചം എന്താ ഉള്ളത്? 3. അപ്പോൾ 3 = 3 ആകണമെങ്കിൽ ഈ -2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ +2 ആകണം. എന്നാൽ മാത്രമേ മൂല്യം തുല്യമായിരിക്കുള്ളൂ. ഇതിൻ്റെ അർത്ഥം എന്താ? ഈക്വൽ ടു സിമ്പലിൻ്റെ ഒരു സൈഡിൽ പ്ലസ് ഉണ്ടെങ്കിൽ അത് അങ്ങേ സൈഡിൽ പോയാൽ മൈനസ് ആകണം. ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിൽ മൈനസ് ഉണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡിൽ പോയാൽ പ്ലസ് ആകണം. ഇത് രണ്ട് സൈഡിലും പോകുന്നതിന് ആപ്ലിക്കബിൾ ആണ്. അതായത് ഈക്വൽ ടുവിൻ്റെ ഇവിടെ പ്ലസ് ഉണ്ട്, അത് ഇപ്പുറത്ത് വന്നാൽ മൈനസ് ആകണം. ഈക്വൽ ടുവിൻ്റെ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അത് ഇപ്പുറത്ത് പോയാൽ പ്ലസ് ആകണം എന്നാണ് അർത്ഥം. അപ്പോൾ ഈക്വൽ ടുവിന് ഒരു സൈഡിൽ അഡിഷൻ ഉണ്ടെങ്കിൽ അത് അപ്പുറത്തെ സൈഡിൽ പോയാൽ സബ്ട്രാക്ഷൻ ആകും. ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിൽ സബ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് അപ്പുറത്തെ സൈഡിൽ പോയാൽ അഡിഷൻ ആകും. ഇതേ കണക്ക് ഒരു റൂൾ കൂടെ ഉണ്ട്, അത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് 3 × 2 = 6. 3 × 2 = 6 എല്ലാവർക്കും അറിയാം അല്ലേ? ഞാൻ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 3 കിട്ടും. അപ്പോൾ 6/2 3, അതായത് × 2 ഇപ്പുറത്ത് വന്നാൽ എന്തായി മാറണം? /2 ആകുകയാണെങ്കിൽ മൂല്യം തുല്യമായി ഇരിക്കും. കണ്ടോ? ഇവിടെ × 2 ആയിരുന്നെങ്കിൽ ഇപ്പുറത്ത് വന്നാൽ /2 ആയാൽ മൂല്യം തുല്യമായിരിക്കും. തിരിച്ചു നോക്കാം നമുക്ക്. 10/2 = 5 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ 10 = ഈ /2 ഇപ്പുറം വന്നാൽ ഞാൻ × 2 ആക്കിയാൽ നോക്കേ, 5 × 2 10, 10 = 10. അതായത് ഡിവിഷൻ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു, മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആകുന്നു. അപ്പോൾ മൂല്യം മാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിൽ അഡിഷൻ ഉണ്ടെങ്കിൽ റൈറ്റിൽ പോയാൽ അത് സബ്ട്രാക്ഷൻ ആകും. ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിൽ സബ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് റൈറ്റിൽ പോയാൽ, അല്ലെങ്കിൽ തിരിച്ചും, അത് പ്ലസ് ആകും. സബ്ട്രാക്ഷൻ അപ്പുറ സൈഡിൽ പോയാൽ പ്ലസ് ആകും, പ്ലസ് അപ്പുറത്തെ സൈഡിൽ പോയാൽ സബ്ട്രാക്ഷൻ ആകും. ഇനി ഒരു സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങേ തലത്ത് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ അത് ഡിവിഷൻ ആകും. ഒരു സൈഡിൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് സൈഡിൽ പോയാൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആകും. ഇത് മറക്കരുത്. ഇത് നിങ്ങൾ മറക്കരുത്, എഴുതി വെച്ചോളൂ. ഇത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്, പക്ഷേ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഡാറ്റയാണ്. പ്ലസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോയാൽ മൈനസ് ആകും, മൈനസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയാൽ പ്ലസ് ആകും,
മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയാൽ ഡിവിഷൻ ആകും, ഡിവിഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് പോയാൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആകും. ഈ ഡാറ്റ വളരെ ബേസിക് ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽപ്പ് ചെയ്യും നിങ്ങളെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ. ഇപ്പോൾ പറയുന്ന ഇക്വേഷൻ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 9x എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു എക്സ് എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് ഈക്വൽ ടു 63. എക്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ പേര് വിളിക്കുന്നത്, കണക്കിൽ പേര് വിളിക്കുന്നത് വേരിയബിൾ എന്നാണ്. രാമൻകുട്ടി എന്നൊക്കെ വിളിക്കുന്ന കണക്കൊരു പേര് മാത്രമാണ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പർ, അതിൻ്റെ മൂല്യം നമുക്കറിയില്ല, നമ്മളിനി കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ 9 ഇൻറ്റു എക്സ് ആണ്. എക്സിൻ്റെ മൂല്യം കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന് ഈക്വൽ ടു ഒരു സൈഡ് ഇടുക, ബാക്കി എല്ലാവരും അപ്പുറത്തെ സൈഡിൽ വേറൊരു ഓപ്പോസിറ്റ് സൈഡിൽ ഇടുക എന്നുള്ളതാണ് ജോലി. അപ്പോൾ 9 എക്സ് ഇൻറ്റു 9 ആണ്, അല്ലെങ്കിൽ 9 ഇൻറ്റു എക്സ് ആണ്. ഈ സൈഡിൽ ലെഫ്റ്റിൽ ഇൻറ്റു 9 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 9 ആകണം. 63 ഡിവൈഡഡ് ബൈ 9 ആകണം. അപ്പോൾ 63 ബൈ 9 എത്രയാ? 7. 63 ഡിവൈഡഡ് ബൈ 9. 63ൽ 7 ടൈംസ് ഉണ്ട് അല്ലേ, 7 മടങ്ങ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഉത്തരം എക്സിൻ്റെ ഉത്തരം 7 വരും. ക്ലിയർ ആണോ? ഇതൊരു ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഇതൊക്കെ പല കണക്കിലെ ലാസ്റ്റ് സ്റ്റെപ്പുകളാണ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് ഇട്ടേക്കുന്നത്, ചെയ്യാനായിട്ട് ഇട്ടേക്കുന്നത്. പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് വന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പുകളാണ് ഞാൻ ഈ കണക്കായിട്ട് എടുത്ത് ഇട്ടേക്കുന്നത്. അത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4x ഈക്വൽ ടു 8000. അതിൻ്റെ അർത്ഥം 4 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 8000 എന്നാണ്. അപ്പോൾ എക്സിൻ്റെ മൂല്യം കണ്ടുപിടിക്കണമെങ്കിൽ ഈ 4നെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അതിൻ്റെ അർത്ഥം 8000 ഡിവൈഡഡ് ബൈ 4 ആകും അല്ലേ? എങ്ങനെ ചെയ്യും? 4 8000-ലുണ്ടോ? 4 8-ലുണ്ടെങ്കിൽ 8000-ലുണ്ട്. 4 8-ൽ 2 മടങ്ങ്, മിച്ചമുള്ള പൂജ്യങ്ങൾ അതേ കണക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്ര വരും? 2000 വരും. ഓർത്ത് നോക്കേ, 4 വട്ടം 2000 ഉണ്ടെങ്കിൽ 8000 കിട്ടും. ഇങ്ങനെ ഒന്ന് ഓർത്തേ, 20 4 വട്ടം ഉണ്ടെങ്കിൽ 80 കിട്ടില്ലേ? 4 20 രൂപ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 80 രൂപ കിട്ടത്തില്ല. അതേ കണക്ക് 4 200 ഉണ്ടെങ്കിൽ എത്ര കിട്ടും? 800 കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 2000 ഉണ്ടെങ്കിൽ 4 2000 ഉണ്ടെങ്കിൽ 8000 കിട്ടില്ലേ? അതേ കണക്ക് തന്നെയാണ്. അപ്പോൾ 4നെ 8000-നെ കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 4 8-ൽ 2 മടങ്ങ്, പിന്നെ ബാക്കി എല്ലാം പൂജ്യങ്ങളോ, അത്രയും പൂജ്യം അവിടെ കൂടെ ഇട്ട് കൊടുത്താൽ മതി, ഉത്തരം കിട്ടും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. 9x ഈക്വൽ ടു 549. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. 9x ഈക്വൽ ടു 549. 9 ഗുണം എക്സ് എന്നാണ് 549. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്സ് ഈക്വൽ ടു 549. അവിടെ മുകളിൽ ഇൻറ്റു ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 9 ആകും. കട്ട് ചെയ്യാം. 549-ൽ 5-ൽ 9 അടങ്ങില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു സംഖ്യയും കൂടെ എടുത്ത് 54 ആക്കി. 54-ൽ 9 6 മടങ്ങ്. 54-ൽ 9 6 × 9 54. അപ്പോൾ 54-ൽ 9 6 മടങ്ങ്, ബാക്കി 9 ആണ്. 9-ൽ 9 1 മടങ്ങ്, ഉത്തരം 61. ഉത്തരം 61. അടുത്ത ക്വസ്റ്റ്യൻ. 5b ഈക്വൽ ടു 5625. അതിനർത്ഥം b ഈസ് ഈക്വൽ ടു 5625 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ലേ? അപ്പോൾ 5 ഇതിനെ കൊണ്ട് ഡിവിസിബിൾ അല്ലേ? അതെ. അപ്പോൾ 5625-ൽ 5-ൽ 5 ഒരു തവണ, 6-ൽ 5 1 മടങ്ങ്, മിച്ചം 1 12. 12-ൽ 5 2 മടങ്ങ്, മിച്ചം 2. 25-ൽ 5 5 മടങ്ങ്, ഉത്തരം 1125. ക്ലിയർ ആണോ? അപ്പോൾ വലിയൊരു നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കാം. അപ്പോൾ 5 5625-ൽ 5-ൽ 5 ഒരു തവണ, 6-ൽ 5 ഒരു തവണ, മിച്ചം 1 വന്നു, അത് 2ൻ്റെ കൂടെ പോയപ്പോൾ 12ആയി. 12-ൽ 5 2 മടങ്ങ് 10. 10 പോയാൽ 12-ൽ ബാക്കി 2. 2 5 25. 25-ൽ 5 5 മടങ്ങ്, അപ്പോൾ ഉത്തരം 1125. അടുത്ത ചോദ്യം. 30x ഈക്വൽ ടു 330. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 330 ഡിവൈഡഡ് ബൈ 30. 3ഉം 0 0 പോയി. 33-ൽ 3 3-ൽ ഒരു തവണ, വീണ്ടും ഒരു തവണ, അതായത് 11 3 33. ഉത്തരം 11. ഉത്തരം 11. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. 33x ഈക്വൽ 396. അപ്പോൾ എക്സ് ഈക്വൽ ടു 396 ഡിവൈഡ് ബൈ 33. എങ്ങനെ ചെയ്യും? 3ഉം 3ഉം കൂട്ടി 6 വരും അല്ലേ?
3 9 12, 12ഉം 6ഉം 18. അപ്പോൾ ഇത് 2 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയല്ലേ, അപ്പോൾ 2ലും 3 ഇല്ലേ? ഉണ്ട്. അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇത് 3 3 3 കൊണ്ട് കട്ട് ചെയ്യാം. 3ഉം 9ഉം 6ഉം ഇതെല്ലാം 3 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. 3 33ൽ ഒരു വട്ടം 3ൽ ഒരു വട്ടം 3, വീണ്ടും 3ൽ ഒരു വട്ടം 3. 396 3 3ൽ ഒരു വട്ടം, 9ൽ 3 വട്ടം, 6ൽ 2 വട്ടം. 11 132 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 132ൽ 13 ആദ്യം എടുത്തു. 13ൽ 11 ഒരു വട്ടം, 13ൽ 11 ഒരു വട്ടം, മിച്ചം 2 വരുന്നത്. 2 2 22, 11 2 22, ഉത്തരം 12. ഓക്കെ, ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 11 ഗുണം 12, 11 ഗുണം 12 132 ആണ്. 11 ഗുണം 11 121 ആണ്. 12 ഗുണം 12 144 ആണ്. ഓക്കെ, ഒരു കണക്കിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് HCF ഈക്വൽ ടു 1728 ഡിവൈഡ് ബൈ 72. വലിയൊരു നമ്പറാ, ഇതും അത്ര ചെറിയൊരു നമ്പറല്ല. കട്ട് ചെയ്യണം നമുക്കല്ലേ. അപ്പോൾ കട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. 2 ഇരട്ട സംഖ്യ, അപ്പോൾ 2 കൊണ്ട് കട്ട് ചെയ്യാം. 72ൽ 2, 7ൽ 2 3 വട്ടം, മിച്ചം 1 12, 12ൽ 2 6 വട്ടം. 17ൽ 2 8 വട്ടം 16, മിച്ചം 12, 12ൽ 2 6 വട്ടം, മിച്ചം ബാക്കി 8 മാത്രമേ ഉള്ളൂ. 8ൽ 2 4 വട്ടം. അപ്പോൾ 864 36. 864 36. ഈ ലാസ്റ്റ് 2 നമ്പർ കണ്ടിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 64 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ അല്ലേ. 36ഉം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. 4 36ൽ 9 മടങ്ങ്, 4 8ൽ 2 മടങ്ങ്, 6ൽ 4 1 മടങ്ങ്, 8ൽ 4 2 മടങ്ങ്, 6ൽ 4 1 മടങ്ങ്, മിച്ചം 2. 24ൽ 4 6 മടങ്ങ്. 216/9. 216/9. ഇനി സിമ്പിളാക്കാൻ പറ്റുമോ നോക്കാം. 2 കൊണ്ട് മുകളിലും താഴെയും പറ്റില്ല, കാരണം 9ൽ 2 ഇല്ല. 3 ഉണ്ടോ? 9ൽ 3 ഉണ്ട്. 216ൽ 3 ഉണ്ടോ? 2 1 3, 3 6ഉം 9. അപ്പം 3 6ഉം കൂട്ടിയപ്പോൾ 9 വന്നല്ലേ. ഇവിടെ 9 ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും ഡിജിറ്റ് സം മെത്തേഡ് ഓർമ്മയുണ്ടോ? ഒരു നമ്പറിൽ എല്ലാ സംഖ്യയും കൂട്ടിയ 9ൻ്റെ മൾട്ടിപ്പിൾ വരികയാണെങ്കിൽ 9 കൊണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഒറ്റയടിക്ക് 9 കൊണ്ട് കട്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ 21ൽ 9 2 തവണ 18. 18 പോയി കഴിഞ്ഞാൽ ബാക്കി 3 36. 36ൽ 9 4 വട്ടം. അപ്പോൾ ഉത്തരം 24. ഒന്നുകൂടെ ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ ഒരു ബിഗ്ഗർ നമ്പർ ഇട്ടൊന്ന് ചെയ്ത് നോക്കാം. നോക്കേ, 1728. 7ഉം 2ഉം 9. അപ്പോൾ ഡിജിറ്റ് സം ഒന്ന് നോക്കാം നമുക്ക്. ഒന്നും ഞാൻ കൂട്ടുമ്പോൾ 7ഉം 2ഉം തമ്മിൽ കൂട്ടി, കാരണം 7ഉം 2ഉം കൂട്ടുമ്പോൾ 9 വരും. 1ഉം 8ഉം കൂട്ടും, അപ്പോഴും 9 വരും. അപ്പോൾ 9ഉം 9ഉം 18. അതിനെ തമ്മിൽ കൂട്ടിയ 9 വരും. അപ്പോൾ ഡിജിറ്റ് സം 9 വന്നു. 7ഉം 2ഉം കൂട്ടുമ്പോൾ ഡിജിറ്റ് സം 9 വന്നു. വിച്ച് മീൻസ് ഇത് രണ്ടിലും 9 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 72 9 കൊണ്ട് കട്ട് ചെയ്താൽ 8. 9 8 72. അപ്പോൾ ഇവിടെ 9 കൊണ്ട് കട്ട് ചെയ്യാം. 17ൽ 9 ഒരു വട്ടമേ വരുള്ളൂ. 17ൽ 9 ഒരു വട്ടമേ വരുള്ളൂ. 2 വട്ടമാണെങ്കിൽ 18 ആകും. ബാക്കി 8 വരും. 82 വരും. 82ൽ 9 9 വട്ടം 81. 9 9 81. 82ൽ നിന്ന് 81 പോയാൽ ബാക്കി 1 18. 18ൽ 9 2 വട്ടം. അപ്പം 192/8. 192/8. അപ്പോൾ വെറുതെ ഒന്ന് 8 192ൽ ഉണ്ടോ എന്നൊന്ന് ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കാം. 192ൽ 19ൽ 8 2 വട്ടം 16. 16 പോയാൽ ബാക്കി 3 32. 16ൽ 19ൽ 16 പോയാൽ ബാക്കി 3 32. 32ൽ 8 4 വട്ടം. അപ്പോൾ ഉത്തരം 24. ക്ലിയർ ആണോ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. 2 × 2 × 2 × 3 × 2 × 7 ഡിവൈഡ് ബൈ 72. അപ്പം നമുക്ക് നോക്കാം. താഴെ ഇരട്ട സംഖ്യയാണ്, 72 ആണ്. മുകളിൽ
2 അപ്പോൾ 2 കട്ട് ചെയ്യുമ്പോൾ 2 കൊണ്ട് 72 കട്ട് ചെയ്യുമ്പോൾ 36 കിട്ടും. 72ൻ്റെ പകുതിയാണ് 36, അഥവാ 36ൻ്റെ ഇരട്ടിയാണ് 72 അല്ലേ. എഗെയിൻ 2 കൊണ്ട് 36നെ കട്ട് ചെയ്താൽ 18 കിട്ടും. 18ൻ്റെ ഇരട്ടിയാണ് 36, അഥവാ 36ൻ്റെ പകുതിയാണ് 18, അഥവാ 2 18 വെട്ടം 36 ആകും. എഗെയിൻ 2 ഉണ്ട്, 2 18ൽ 9, അപ്പോൾ 2 കൊണ്ട് ഇനി കട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മുകളിൽ 3 ഉണ്ട്. 3ഉം 9ഉം കട്ട് ചെയ്താൽ 3 വരും. അതിൻ്റെ ഉത്തരം മുകളിൽ 2 ഗുണം 7 മിച്ചമുള്ളത് 14/3. അതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം 330/60. അപ്പോൾ 0 0 കട്ട് ചെയ്ത് കളഞ്ഞു. മുകളിൽ 3 ഉണ്ട്, 11 തവണ 3 11, 3 താഴെയുണ്ട് 2, 11/2. 11/2 11ൻ്റെ പകുതിയാണ്. 11ൻ്റെ പകുതി 10ൻ്റെ പകുതിയും 1ൻ്റെ പകുതിയാണ്. 1ൻ്റെ പകുതി 5, 10ൻ്റെ പകുതി 5, 1ൻ്റെ പകുതി അര, 5.5. ഓക്കെ, അടുത്തത് 4500/30 ഇൻറ്റു 5. അപ്പോൾ അതെ 0 0 പോയി. 3 45ൽ 15 3 തവണയാണ് ഉള്ളത്. 150ഉം 150ഉം 300. അതിൻ്റെ കൂടെ വീണ്ടും ഒരു 150 കൂടിയാൽ 450 വരും. 15 3 തവണ 45 ആകുമെങ്കിൽ 150 3 തവണ 450 ആകുമെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ 150 വന്നു. ഫൈനൽ ഉത്തരം 150 ഇൻറ്റു 5. നമുക്കറിയാം 15 5 75, ഒരു 0 750. ഇതിങ്ങനെയും ചെയ്യാം. സിമ്പിളായിട്ടൂടെ ഞാൻ ചെയ്ത് വേണമെങ്കിൽ കാണിച്ചു തരാം. പക്ഷേ അങ്ങനെ ചെയ്യാതെ കുറച്ചുകൂടെ ബിഗർ നമ്പേഴ്സ് ഇട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം 0 0 പോയി. 3നെ 450നെ കട്ട് ചെയ്യാം. അപ്പോൾ 4ൽ ഒരു വെട്ടം, 3 4ൽ ഒരു വെട്ടം, മിച്ചം 1 വരും. 15ൽ 3 5 വെട്ടം, മിച്ചം ഒരു 0 കൂടുണ്ട്. അപ്പോൾ 15 ഇൻറ്റു 5, 150 ഇൻറ്റു 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതേ കണക്ക് എഴുതി. 5 5 25, 5 2, ഒരു 5 5, 5ഉം 2ഉം 7, 750. അങ്ങനെയും കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നല്ലത്. നമുക്കറിയാം 15 5 തവണ 75, 15 3 തവണ 45. ഇതൊക്കെ ഓർമ്മയിരിക്കുക. കുറേ കണക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ തലയ്ക്കകത്ത് കയറിക്കോളും. ഓക്കെ, അടുത്ത ചോദ്യം 120 - 45/5. അപ്പോൾ അവിടെ താഴെ 5 ഉണ്ട്, മുകളിൽ 45 ഉണ്ട്. കട്ട് ചെയ്യാം. ചെയ്യരുത്, ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സിമ്പൽ ഇൻറ്റു ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻറ്റു അല്ലാതെ പ്ലസ്സോ മൈനസോ ആണെങ്കിൽ ചെയ്യരുത്. ചെയ്താൽ തെറ്റിപ്പോവും. ചെയ്യാൻ വേറൊരു വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതല്ലാതെ വേറെ ഈ രീതിയിൽ ചെയ്യരുത്. എന്താണ് ചെയ്യാനുള്ള രീതി പറഞ്ഞു തരാം. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ആദ്യമേ ഇതങ്ങ് ചെയ്യുക. 120 - 45 ചെയ്യുക, ദെൻ ബൈ 5 ചെയ്യുക. 120ൽ നിന്ന് 45 കുറയ്ക്കണം. ഒറ്റയടിക്ക് മനക്കണക്ക് ചെയ്യാം. 120ൽ നിന്ന് 45 കുറയ്ക്കണം. 45ൽ നിന്ന് 45 എന്ന് പറഞ്ഞാൽ 20ഉം 25ഉം കൂടെ ചേരുമ്പോഴല്ലേ ആകുന്നത്. 120ൽ നിന്ന് 45 കുറയ്ക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ആദ്യം 120ൽ നിന്ന് 20 അങ്ങ് കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 100. 100ൽ നിന്ന് 25 പിന്നെ കുറച്ചാൽ മതി. 100ൽ നിന്ന് 25 കുറച്ചാൽ 75. അപ്പോൾ ഇവിടെ എത്ര വരും? 75. 75/5. നമുക്കറിയാം 75/5 15. 15 5 15 75 ആണെന്ന് നമുക്കറിയാം. അതല്ലെങ്കിൽ 5 7ൽ ഒരു തവണ, ശിഷ്ടം 2, 25ൽ 5 5 തവണ. അങ്ങനെ എഴുതിയാലും ഉത്തരം കിട്ടും 15. ഉത്തരം 15. ഇത് ഒരു രീതി ചെയ്യാനുള്ള ഒരു രീതിയെങ്കിൽ, അടുത്ത രീതി ഇവിടെ സബ്ട്രാക്ഷനോ അഡിഷനോ സിമ്പലുകളാണെങ്കിൽ, അഡിഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ, സബ്ട്രാക്ഷനോ അഡിഷനോ ആണ് ഇടയ്ക്ക് വരുന്നതെങ്കിൽ, മുകളിലുള്ള എല്ലാ സംഖ്യയിൽ നിന്നും താഴത്തെ സംഖ്യ കട്ട് ചെയ്യണം. 120ൽ നിന്നും കട്ട് ചെയ്യണം, 45ൽ നിന്നും കട്ട് ചെയ്യണം. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിൻ്റെ അർത്ഥം 120/45ൻ്റെ അർത്ഥം 120/5 മൈനസ് 45/5 എന്ന അർത്ഥം. അപ്പം 120ൽ 5 എത്ര തവണയുണ്ട്?
12-ൽ 5 2 തവണയുണ്ട്. 20-ൽ 5 4 തവണയുണ്ട്. 45-ൽ 5 9 തവണയുണ്ട്. അപ്പോൾ ഫൈനൽ ആൻസർ 24 മൈനസ് 9 ആണ്. 24 മൈനസ് 9 എത്ര വരും? 15 വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് രീതി. അത് ചെയ്യുന്ന എളുപ്പവഴി 120-ൽ 5 എത്ര ഉണ്ട്? 45-ലും 5 എത്ര ഉണ്ട്? 120-ന് 5 കൊണ്ട് കട്ട് ചെയ്യുക. 45-നെ 5 കൊണ്ട് കട്ട് ചെയ്യുക. 45-ൽ 5 9 വട്ടം, 120-ൽ 5 24 വട്ടം. അപ്പോൾ 24 മൈനസ് 9 താഴെ ഒന്നായിപ്പോയി, ഒന്നുമില്ല. അപ്പോൾ 24 മൈനസ് 9 15. ഈ സ്റ്റെപ്പ് എഴുതണമെന്നില്ല. അത് എഴുതാതെ ഇവിടെ തന്നെ ഇട്ട് കട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, കംപ്ലീറ്റ്ലി ഇതുകൊണ്ട് ഇതും എല്ലാം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നുകൂടെ പറയാം. 5 കൊണ്ട് 120-നെയും കട്ട് ചെയ്യുക, 45-നെയും കട്ട് ചെയ്യുക. 5 120-നകത്ത് 12-നകത്ത് 5 2 വട്ടം, മിച്ചം 2 20. 20-ൽ 5 4 വട്ടം. ഇനി 45-ൽ 5 9 വട്ടം. അപ്പോൾ ഇവിടെ 5 കംപ്ലീറ്റ് ആയിട്ട് പോയി 1. അപ്പോൾ 24 മൈനസ് 9 15. അങ്ങനെ ചെയ്യാം. അടുത്ത കണക്ക് എഗെയിൻ അതേ കണക്ക് ഒരു കണക്കാണ്. 360 മൈനസ് 200/80. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇത് മൈനസ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. 320-ൽ നിന്ന് 360-ൽ നിന്ന് 200 പോയാൽ 160 ബാലൻസ് വരുന്നത്. 160/8. 16-ൽ 8 2 വട്ടം 0, ഉത്തരം 20. അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ 8 360-ൽ കട്ട് ചെയ്യുക. 8 360-ൽ എത്ര തവണയുണ്ട്? 8 360-ൽ എത്ര തവണയുണ്ട്? 8 4 തവണ. 8 4 തവണ 32 പോയാൽ ബാക്കി 4 40 വരും. 40-ൽ 8 5 തവണ. 8 200-ൽ എത്ര തവണ? 8 20-ൽ 2 തവണ 16, മിച്ചം 4, 40-ൽ 5 വട്ടം. അപ്പോൾ 45 മൈനസ് 25 ഉത്തരം 20. 45 മൈനസ് 25 ഉത്തരം 20. അങ്ങനെയും ചെയ്യാം. ഓക്കെ ആണോ? ഒന്നുകിൽ സബ്ട്രാക്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന ഈ ഒരു കണക്ക് എളുപ്പത്തിൽ ചെയ്യുന്ന 360-ൽ നിന്ന് 200 പോകുന്നത്. അപ്പോൾ 160/8 ഈക്വൽ ടു 20. പക്ഷെ എല്ലാ കണക്കും അങ്ങനെ ചെയ്യണോ? വേണ്ട. ഓരോ കണക്കും ഓരോ രീതി ആയതുകൊണ്ട് ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഇങ്ങനെ കട്ട് ചെയ്യുന്നതായിരുന്നു. ഏതാണോ ആ സംഖ്യകൾ കാണുമ്പോൾ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നുന്നത് അത് ആ മെത്തേഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 6 × 9/8. ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 6-ൻ്റെ അർത്ഥം 6/1 ആണ്. അപ്പോൾ അവിടെ ഒരു ഫ്രാക്ഷനായി മാറിയില്ലേ? എനി നമ്പർ വെറുതെ കിടക്കുന്ന ഒരു നമ്പറിന് നമുക്ക് ഫ്രാക്ഷൻ ആക്കാം. അടിയിൽ /1 ഇട്ടാൽ മതി. കാരണം അതിൻ്റെ മൂല്യത്തിൽ അന്നേരവും ഒരു ചേഞ്ചും വരുന്നില്ല. എനി നമ്പർ ക്യാൻ ബി ടേൺഡ് ഇൻടു എ ഫ്രാക്ഷൻ ബൈ താഴെ ഒരു 1 ഇട്ടാൽ മതി. /1 ഇട്ടാൽ മതി. ഡിനോമിനേറ്റർ സ്ഥാനത്ത് 1 ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. ഇവിടെ 2 ഉണ്ട്. 6-ൽ 2 3 തവണ, 8-ൽ 2 4 തവണ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 3 27, 1 × 4 4. അങ്ങനെ ചെയ്യാം. അടുത്ത കണക്ക് x × 6 × 4. അപ്പോൾ എക്സ് ഒരു സ്ഥാനത്താണ് സോൾവ് ചെയ്യണമെങ്കിൽ ബാക്കി എല്ലാവരും അപ്പുറത്തെ വശത്തേക്ക് അയക്കണം. × 6 അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താകും? /6 ആകും. × 4 അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്താകും? 216-ന് ഡിവൈഡഡ് ആകും. അപ്പോൾ ഇവിടെയും താഴെ വരും. അപ്പോൾ ഇവ രണ്ടുപേരും തമ്മിൽ ഗുണിക്കണം. 216 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 216 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവർ രണ്ടുപേരും താഴെ കിടക്കണമെങ്കിൽ ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷൻ ആവേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, 6 × 4 ഇൻറ്റു ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ വരുമ്പോൾ /6/4 വരും. പിന്നെ ബാക്കി ചെയ്ത് നോക്കാം നമുക്ക്. 216-നകത്ത് 4 ഉണ്ടോ എന്ന് നോക്കാം. 4 5 4-ൽ 221-ൽ 4 5 മടങ്ങ് 20 പോയിട്ട് ബാക്കി 1 16. 16-ൽ 4 4 മടങ്ങ്. അപ്പോൾ 54/4 54/6. 6 54-ൽ 9 മടങ്ങ്. അപ്പോൾ ഉത്തരം 9. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. x is equal to 2600 into 5a/13 divided by a. അപ്പോൾ 2600 into 5a/13. ഇതിൻ്റെ അർത്ഥം ദ ഹോൾ ഡിവൈഡ് ബൈ a/1 എന്നല്ലേ? അപ്പോൾ ഒരു ഫ്രാക്ഷൻ അടുത്ത ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലേ? അപ്പോൾ അതിനെങ്ങനെ ചെയ്താൽ മതി? ഇൻറ്റു 1/a എന്ന് ചെയ്താൽ മതി. ഇൻറ്റു 1/a. ഈ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുത്ത് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് a/1 1/a എന്ന് പറഞ്ഞെഴുതി. ഇതാണ് ചെയ്യേണ്ട രീതി. അപ്പം ഇത് ഇങ്ങനെ ആയി മാറും.
ഓക്കെ, ഇങ്ങനെയായി മാറും. ഇനി ഇത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഇത് എളുപ്പത്തിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇത് ഈ എ ഡിനോമിനേറ്ററിൽ കിടക്കുക, ഈ 13 കൂടെ ഡിനോമിനേറ്ററിൽ താഴെ വരും, കാരണം 5a/13 അപ്പോൾ 13 ഇൻറ്റു എ എന്ന് പറഞ്ഞ് വരും. ഈ 13 താഴെ വരുമ്പോൾ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ എയും തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും. ഇനി 13ൻ്റെ 2 ഇരട്ടി 26, 13ൻ്റെ 2 ഇരട്ടി 26. അപ്പോൾ 2600 13 കൊണ്ട് കട്ട് ചെയ്യാം. 13 26ൽ 2 ഇരട്ടി, മിച്ചം 2 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഇൻറ്റു 5, 5 വെട്ടം 200, 1000. 5 200ൻ്റെ നോട്ട് കയ്യിലുണ്ടെങ്കിൽ 1000 രൂപയാവും. അപ്പോൾ അത് ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ 2600 ഇൻറ്റു മുകളിലൊരു ഫ്രാക്ഷൻ, താഴെ ഒരു ഡിനോമിനേറ്ററിൽ ഒറ്റ നമ്പർ ഉണ്ടെങ്കിൽ ആ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററും കൂടെ താഴെ എടുത്ത് മറ്റേ നമ്പറിനൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. 5a/13 താഴെ വരും, ഇൻറ്റു എ, ഇത്രയേ ഉള്ളൂ. ദെൻ ഈ എയും പോയി 2600 13 കൊണ്ട് കട്ട് ചെയ്യാം. 13ൻ്റെ ഇരട്ടിയാണ് 26, അപ്പോൾ ഇത് 200 വരും, ഇൻറ്റു 5, 200 ഇൻറ്റു 5 1000 വരും. അടുത്ത സ്റ്റെപ്പ്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിനെ മാത്രം ഈക്വൽ ടുൻ്റെ ഒരു സൈഡിലിട്ട് ബാക്കി എല്ലാവരും അപ്പുറത്ത് കൊണ്ടുപോകണം. 16 ഇൻറ്റു 15 ഇൻറ്റു 8, ഇത് 20 ഇൻറ്റു അല്ലേ, 8 ഇൻറ്റു അല്ലേ, അപ്പോൾ താഴെ വരും. അത് ഈക്വൽ ടുവിൻ്റെ അങ്ങേ സൈഡിൽ പോകുമ്പോൾ അത് രണ്ടുപേരും ഡിവിഷനായി മാറും. അപ്പോൾ എന്ത് വരും? 20 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ താഴെ വരും. ഈ 8ഉം 8ഉം ക്യാൻസലായിപ്പോയി. 5 15ൽ 3 തവണ, 5 20ൽ 4 തവണ, 4 16ൽ 4 തവണ. ദാറ്റ് ഈസ് ഈക്വൽ 4 ഗുണം 3 ഗുണം 1 12, താഴെ 1 ഗുണം 1, പടിയിൽ 1, 12/1 എന്ന് വരും. 12/1 12 തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 50% ഇൻറ്റു 36/1. 50% എന്ന് പറഞ്ഞാൽ 50/100 എന്നർത്ഥം, ഇൻറ്റു 36/1. /1 എഴുതിയാലും എഴുതിയില്ലെങ്കിലും കാര്യമൊന്നുമില്ല. 50 100ൽ 2 മടങ്ങ്, 2 36ൽ 18 മടങ്ങ്, അതിൻ്റെ അർത്ഥം 18. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. 36ൻ്റെ 50% എന്താ? 36ൻ്റെ 50%, 50% എന്ന് പറഞ്ഞാൽ 50/100 എന്ന് പറഞ്ഞാൽ പകുതി എന്നർത്ഥം. 36ൻ്റെ പകുതി എത്ര? 18. 36ൻ്റെ പകുതി 18. ഓക്കെ, 75% ഓഫ് 60, 75/100 ഇൻറ്റു 60. 75ൽ 25 3 തവണ, 100ൽ 25 4 തവണ അല്ലേ? 4 60ൽ 15 തവണ, 15ഉം 15ഉം 30, 30ഉം 15ഉം 45, 45ഉം 15ഉം 60. അതായത് 4 വെട്ടം 15 60. ഉത്തരം 45 എന്ന് ഒറ്റയടിക്ക് എഴുതാം. ഇത് ബൈ പ്രാക്ടീസ് കിട്ടുന്നൊരു കാര്യമാണ്. 75/100 ഇൻറ്റു 60 ആയിരുന്നു ചോദ്യം. പല രീതിയിൽ ചെയ്യാം. 0 0 കട്ട് ചെയ്ത് കളയാം. ഞാൻ ചെയ്താണ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള രീതി. ഇനി ഒരു ഷോർട്ട് രീതിയും കൂടെ ഉണ്ട്, പറഞ്ഞുതരാം. 0 0 പോയി. 75ൽ 5 ഉണ്ട്, 10ലും 5 ഉണ്ട്. 75ൽ 5, 7ൽ 5 ഒരു തവണ, മിച്ചം 2. 25ൽ 5 5 തവണ. 5 10ൽ 2 തവണ. ഇനി എന്താ ഉള്ളത്? 15 ഉണ്ട്, മുകളിൽ 6 ഉണ്ട്, താഴെ 2 ഉണ്ട്. അപ്പോൾ 6ഉം 2ഉം കൂടെ കട്ടായി 2 6ൽ 3 തവണ. 15 ഗുണം 3 ഈസ് ഈക്വൽ ടു 45 ഉത്തരം വരും. നേരത്തെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഉത്തരം എന്താ? 75/100 ഇൻറ്റു 60. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണ് അർത്ഥം. ഓർത്തേ, 25 25 50, വീണ്ടും ഒരു 25 വന്നാൽ 75 രൂപയാവും. 3 വട്ടം 75 ഉണ്ടെങ്കിൽ 75 രൂപയാവും. 4 വട്ടം 75 ഉണ്ടെങ്കിൽ 100 രൂപയാവും. അപ്പോൾ 25 75ൽ 3 വട്ടം അടങ്ങിയിരിക്കുന്നു. 100ൽ 25 4 വട്ടം അടങ്ങിയിരിക്കുന്നു. ഇനി 4 60ൽ 15 മടങ്ങ് അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 4 6ൽ 1 വട്ടം, മിച്ചം 2, 2ഉം 0 20, 20ൽ 4 5 വട്ടം.
3 ഗുണം 5 45 എന്നും കിട്ടും. ഇനി 75% എന്നല്ലേ പറഞ്ഞത്? 75% ആണെങ്കിൽ 75/100 ആണ്. 75% എന്ന് പറഞ്ഞാൽ മുക്കാലാണ്. ഒറ്റയടിക്ക് ഈ കട്ട് ചെയ്താലും കിട്ടും. കട്ട് ചെയ്യാതെ ഒറ്റയടിക്ക് ഡയറക്റ്റ് എഴുതാം. 3 × 60 എന്നും എഴുതാം നമുക്ക്. കാരണം 75% നമുക്കറിയാം മുക്കാലാണ്. 4ൽ 3 ഭാഗമാണ്. 3/4 ആണ്. അപ്പോൾ 75/100 എഴുതുന്നതിന് പകരം 3/4 × 60 എന്നും എഴുതാൻ പറ്റും. ഇത് നിങ്ങൾ കാണാൻ പഠിച്ച് വെക്കേണ്ടതാണ്. 75% ഈസ് നത്തിങ് ബട്ട് 3/4. ഇത് കാണാൻ പഠിച്ച് വെക്കണം. പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ ആണ്. 50% ഈസ് നത്തിങ് ബട്ട് 1/2. 25% ഈസ് നത്തിങ് ബട്ട് 1/4. ഇതൊക്കെ കാണാൻ പഠിച്ച് വെക്കേണ്ടത്. ഇത് കാണാൻ പഠിച്ച് വെച്ചാൽ കണക്ക് ചെയ്യാൻ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. 45/4.5. 45/4.5. അപ്പോൾ ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഡെസിമൽ പ്ലേസ് ഇല്ലാതാക്കുക. അപ്പോൾ താഴെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. ആ ഒരു ഡെസിമൽ പ്ലേസിനെ ഇല്ലാതാക്കണമെങ്കിൽ ഒരു 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10 കൊണ്ട് ഗുണിച്ചാൽ ഒരു ഡെസിമൽ പ്ലേസ് ഒരു സൈഡ് റൈറ്റിലോട്ട് ചാടും. അപ്പം 4.5 45 മാറും. പക്ഷേ ഡിനോമിനേറ്റർ മാത്രം ഗുണിക്കാൻ പറ്റുമോ? ഇല്ല. വാല്യൂ മാറണ്ടെങ്കിൽ ന്യൂമറേറ്ററിനെയും ഗുണിക്കണം. അപ്പോൾ എന്ത് വരും? ന്യൂമറേറ്റർ 45 × 10 450. ഡിനോമിനേറ്റർ 45 മാറും. 4.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ ഒരു ഡെസിമൽ പ്ലേസ് മാറും. അപ്പോൾ 450/45. 45 10 തവണ 450. ഉത്തരം 10. അങ്ങനെ ചിന്തിക്കാം. ഇനി ഡെസിമൽ പ്ലേസ് മാറിയത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. 2.33 ഉണ്ടെങ്കിൽ ആ 2.33 10 കൊണ്ട് ഗുണിച്ചാൽ ഡെസിമൽ പ്ലേസ് ഒരു പ്ലേസ് ചാടും. 23.3 ആകും. ഇനി ഇതേ 2.33 എല്ലാ ഡെസിമൽ പ്ലേസും നിങ്ങൾക്ക് കളയണമെങ്കിൽ, അതായത് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1, 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. കംപ്ലീറ്റ് ഡെസിമൽസും കളയണമെങ്കിൽ നിങ്ങൾ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് അത്രയും 0 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ 2.33യെ നിങ്ങൾ 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര ഡെസിമൽ പ്ലേസ് ആഡും? അത് 2 ഡെസിമൽ പ്ലേസ് ആഡും. 1, 2. അപ്പോൾ ഡെസിമൽ ഇല്ലാതാകും. 233 പോയിൻ്റ് എന്നായി മാറും. അഥവാ 233 ആവും. അപ്പോൾ ഡെസിമൽ പ്ലേസ് മാറണമെങ്കിൽ എത്ര 0 ഉണ്ടോ അത്രയും 0 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 ഡെസിമൽ പ്ലേസ് കൊണ്ട് 2 മാറണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം. ഇനി താഴെ മാത്രം ഗുണിക്കരുത്. താഴെ ഗുണിക്കുന്ന അതേ സാധനം കൊണ്ട് മുകളിലും അതേ നമ്പർ കൊണ്ട് മുകളിലും ഗുണിക്കണം. എന്നാലേ ഫ്രാക്ഷൻ്റെ വാല്യൂ മാറാതിരിക്കുള്ളൂ. ഓക്കെ. അങ്ങനെ വന്നപ്പോൾ മുകളിൽ 450 താഴെ 45 വന്നു. മുകളിൽ 40 താഴെ 4 ആണെങ്കിലോ 4 10 തവണ 45. അതേ കണക്ക് തന്നെ 45 10 തവണ 450. ഉത്തരം 10. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 69/92. അപ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. മാറണമെങ്കിൽ 2 0 100 കൊണ്ട് ഗുണിക്കണം. അത് തന്നെ മുകളിലും ഗുണിക്കണം. അപ്പോൾ എന്ത് വരും? 6900 / 92 എന്ന് വരും. അപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു നോക്കിയപ്പോൾ ഇതൊരു ഇരട്ട സംഖ്യയാണ്, ഇതൊരു ഇരട്ട സംഖ്യയാണ്. അപ്പം ഞാൻ 2 കൊണ്ട് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതിന് 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 6ൽ 2 3 തവണ, 9ൽ 2 8 തവണ, 9ൽ 2 അടങ്ങിയിരിക്കേണ്ടത് 8 തവണയാണ് വരുന്നത്. 8 വരേണ്ടത്. അപ്പം 4 2 കൊണ്ട് 9നെ കട്ട് ചെയ്താൽ 4 വെച്ചിട്ട് 4 2 8 8 പോയാൽ ബാക്കി 9ൽ നിന്ന് 8 പോയാൽ ബാക്കി 1. അപ്പോൾ 10 വരും. 10ൽ 2 5 മടങ്ങ്, ബാക്കി 0. 92ൽ 2 കട്ട് ചെയ്യുമ്പോൾ 9ൽ 2 4 തവണ 8 പോവും. 9ൽ നിന്ന് 8 പോയാൽ ബാക്കി 1 12 12 46. അഗൈൻ മുകളിലും താഴെ ഓരോ ഇരട്ട സംഖ്യകളാണ്. അപ്പം ഞാൻ വീണ്ടും 2 കൊണ്ട് ചെയ്യും. 2 കൊണ്ട് 46നെ കട്ട് ചെയ്യുമ്പോൾ 23. 2 കൊണ്ട് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 34, 3-നകത്ത് 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1, മിച്ചം 1 14. 14-നകത്ത് 2 7 തവണ. 5ൽ 2 ഇവിടെ എഴുതാം. 5ൽ 2 2 തവണ 4 പോവും. മിച്ചം 1 വരും. 10 വരും. 10ൽ 2 5 തവണ. 17 25/17 25/23 വരും. ഓക്കെ. ഇനി എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? 23 1725 അറിയില്ല. അപ്പോൾ 1725നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നില്ലെങ്കിൽ ഇവിടെ കൊണ്ട് നമുക്ക് ആൻസർ തീരും.
23 വേറെ വലിയ ഫാക്ടേഴ്സ് ഒന്നുമില്ല. 23 കൊണ്ട് 1725 ഡിവൈഡ് ചെയ്യാൻ പറ്റണം. പറ്റിയില്ലെങ്കിൽ ഈ കണക്കിൻ്റെ ആൻസർ ഇവിടെ കൊണ്ട് നമുക്ക് തീരും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 23 17നകത്ത് നിൽക്കുമോ? ഇല്ല. അപ്പോൾ അടുത്തൊരു സംഖ്യയും കൂടെ എടുക്കണം. അപ്പോൾ 172 ആകും. 172നകത്ത് 23 നിൽക്കണമെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 23നെ 8 കൊണ്ട് ഗുണിച്ചാൽ 20 8 160. അപ്പോൾ 8 കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരുമായിരിക്കും? 8 3 എത്ര വരിക? 24 2 വരും. 160 അത് 184 അത് കൂടിപ്പോകും. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ള 7 കൊണ്ട് ഗുണിച്ചാൽ മതിയായിരിക്കും. 23 7 എന്ത് വരും? 23 7 23 7 3 7 21 1 2 2 7 14 16 അപ്പോൾ 161 വരും. അപ്പോൾ 23 172ൽ 7 മടങ്ങ്. അതെത്രയാണ്? 161. 161 പോയി കഴിഞ്ഞാൽ മിച്ചം 11 115. 23 5 വെച്ചോ നമുക്കൊന്ന് ഗുണിച്ച് നോക്കിയാലോ? 23 5 ഗുണിക്കേണ്ട കാര്യമില്ല. 25 100 വരും. 3 5 15 വരും. 115 വരും. അതായത് 23 5 115. ഇവിടെ ബാലൻസ് 115 അല്ലേ ഉള്ളത്. അപ്പോൾ അത് 5 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ ഉത്തരം 75. 23 7 വട്ടം 172 161 പോകും. മിച്ചം 115 വരും. 73 5 തവണ 115 ആണ്. അപ്പോൾ ഉത്തരം 75. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 100 ഡിവൈഡഡ് ബൈ 10/3 എന്ന് കണ്ടാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 100 ഇൻറ്റു ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് ചെയ്യണം? നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഈ ഡിനോമിനേറ്റർ അങ്ങ് മുകളിൽ പോകും. അതായത് നോക്കിയാൽ ഡിനോമിനേറ്റർ മുകളിൽ പോയി. അപ്പോൾ ഈ 0 കട്ടായിപ്പോയി. 10 × 3 30 വരും. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 90 ഡിവൈഡഡ് ബൈ 7/20 അതെന്ത് വരും? 90/7 × 20 എന്ന് പറഞ്ഞ് വരും. അതിൻ്റെ ഉത്തരം 9. ഇതിൽ കട്ട് ചെയ്യാൻ ഒന്നുമില്ല. 9 × 2 18 2 0 1800/7 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അടുത്ത കണക്ക് ഓക്കെ. 40 × 3/2 + 3. ആദ്യം ഈ ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യുക. എന്താ ചെയ്യണ്ടേ? 40 × 3/5. അപ്പോൾ 5ഉം 40ഉം കട്ടാകും. 8. 5 40ൽ 8 മടങ്ങ്. അപ്പോൾ 8 3 24. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 2 5ഉം 7 വരും. 7 63ൽ 9 വെട്ടം. 9 × 2 18 വരും ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 120 ഡിവൈഡഡ് ബൈ 20ഉം 15ഉം 35 35ഉം 9ഉം 44. 120ൽ 4 ഉണ്ട്. 44ൽ 4 ഉണ്ട്. 44ൽ 4 11. 120ൽ 4 12ൽ 4 3 തവണ 0. അപ്പോൾ 30/11 ഉത്തരം. അടുത്ത നോക്കേ. 19/20 × LCM = 456. അപ്പോൾ LCMൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. LCM = 456. ഇവിടെ ഈ 20 ഡിവിഷനിൽ കിടക്കല്ലേ, അത് ഇപ്പുറത്ത് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. ഈ 19 മുകളിൽ മൾട്ടിപ്ലിക്കേഷൻ കിടക്കല്ലേ, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ അതെന്ത് പറ്റും? അത് ഡിവിഷൻ ആകുന്നു. ഓക്കെ, അപ്പോൾ 19ൻ്റെ ടേബിൾ അറിയാവുന്ന ഒരാൾക്കറിയാം 19 456 ഉണ്ടെന്ന്. എത്ര മടങ്ങുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. 19 2 തവണ 19 38 വരുന്നത്. 38 2 തവണ 45നകത്ത് 38 വരുന്നത്. ബാക്കി 7 76. 19 4 76 ആണ്. 19 × 4 4 9 36 6 3 1 4 4 4 3 76. അപ്പോൾ 24 × 20. 24 × 20 എന്ന് പറഞ്ഞാൽ 24 × 2 24 × 2 അത് 48. പിന്നെ ഒരു 0 480. ഓക്കെ, അപ്പോൾ 19 × 24 വരും 456. നമ്മൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം.
നമ്മളൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കി. എന്താ വരുന്ന? LCM ഈസ് ഈക്വൽ ടു 456, ഇതിപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു വരും, ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 19 താഴെ വരും, ബൈ 19 വരും. അപ്പം 19 456 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 45 19 2 38, 19 2 38, 45 38 പോയാൽ ബാക്കി 7, 76. 76 എന്ന് പറഞ്ഞാൽ 19 4 ആണ്. അപ്പോൾ 24 ഗുണം 20 എന്ന് പറഞ്ഞാൽ 24 ഗുണം 2 48, 0 ഗുണം 480. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കെ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 96 ഈക്വൽ ടു 24 ഇൻറ്റു 480. അപ്പോൾ കെ ഈക്വൽ ടു 24 ഇൻറ്റു 480 ഡിവൈഡഡ് ബൈ 96. 96ൻ്റെ പകുതി 48, അതായത് 48 96ൻ്റെ പകുതിയാണെങ്കിൽ 48 കൊണ്ട് മുകളിലത്തെ 480നെ കട്ട് ചെയ്താൽ 10 കിട്ടും. 480ൽ 48 10 തവണ, 96ൽ 48 2 തവണ, 2 24ൽ 12 തവണ, ഉത്തരം 120. അപ്പോൾ വലിയ നമ്പേഴ്സ് കൊണ്ട് കട്ട് ചെയ്യുന്ന കണ്ടോ? ഇതെല്ലാം നമുക്ക് 2, 3ലും 4ലും ഒക്കെ ചെയ്ത് കുറേ നേരം എടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് മുന്നേ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യണം. 96ൻ്റെ പകുതിയാണ് 48. നോക്കേ, 24 കണ്ടോ? 24 48ൻ്റെ പകുതിയാണ്. അപ്പോൾ ഈ സംഖ്യകളൊക്കെ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊന്ന് ഗസ് ചെയ്യാൻ വേണമെങ്കിൽ പറ്റും. 96ൻ്റെ പകുതിയാണ് 48, അല്ലെങ്കിൽ 48ൻ്റെ ഇരട്ടിയാണ് 96. എങ്ങനെയാണ്? 40ൻ്റെ ഇരട്ടി 80, 8ൻ്റെ ഇരട്ടി 16. 80ഉം 48 എന്ന് പറഞ്ഞാൽ 40ഉം 8ഉം ചേരുന്നതാണ്. 40ൻ്റെ ഇരട്ടി 80, 8ൻ്റെ ഇരട്ടി 16, 80ഉം 16ഉം 96. അങ്ങനെ നമുക്ക് മനസ്സിൽ വേണമെങ്കിൽ ചിന്തിച്ച് നോക്കാം. അപ്പോൾ 98ൻ്റെ പകുതിയാണ് 48, അല്ലെങ്കിൽ 48ൻ്റെ ഇരട്ടിയാണ് 96. അപ്പോൾ 480 ആയത്. പക്ഷേ അപ്പോൾ 48 480ൽ 10 തവണ, 96ൽ 48 2 തവണ. ഈ രണ്ടും 24 കട്ടായി 12, 120 വരും ഉത്തരം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 8/5 + 1. ഇവിടെ ചെയ്യാൻ പ്ലസ് ആണ്. ഇതിനൊന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഉത്തരം എന്താണോ അതിൻ്റെ കൂടെ ഇതങ്ങ് കൂട്ടാനേ തരമുള്ളൂ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഈസിയാണ്. 80/5. 80ൽ 5 എത്ര തവണയുണ്ട്? എന്തായാലും ഉണ്ടല്ലോ, ലാസ്റ്റ് 0 അല്ലേ. 80ൽ 5 എത്ര തവണ? 8ൽ 5 ഒരു തവണ. 8ൽ 5 ഒരു തവണ, മിച്ചം 3. 30ൽ 5 6 തവണ. ഉത്തരം എന്ത് വരും? 16 അല്ല, 16 + 1 വരും. ഉത്തരം 17 വരും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 420/5 + 1. ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ 420/15. അപ്പോൾ 5 ഇതിൽ 5 ഉണ്ട്, ഇതിലും 5 ഉണ്ട്. 5 3 തവണ, ഇതിൽ 5. 42ൽ 8 തവണ, 42ൽ 8 തവണ, 40 പോയാൽ ബാക്കി 2 20, 20ൽ 5 4 തവണ. 84/3. 84ലും 3 ഉണ്ട്. എങ്ങനെ അറിയാം? 8 4 12. അപ്പം 3 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് 3യുടെ ഡിവിസിബിൾ ആണ്. 3യുടെ ഡിവിസിബിലിറ്റി റൂളാണ് ഞാൻ ചെക്ക് ചെയ്തത്. 84ൽ 3 2 തവണ, 8ൽ 3 2 തവണ, 8ൽ 3 2 തവണ, ബാക്കി 2 24. 24ൽ 3 8 തവണ. ഉത്തരം 28 + 1 29. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 105 × 7 = 35 × x. അപ്പോൾ x ഈസ് ഈക്വൽ ടു 105 × 7. അതായത് ഞാൻ ഇടതുവശത്തുള്ളതിനെ വലതുവശത്ത് എഴുതി എന്നുള്ള വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അതെല്ലാം അതേ കണക്ക് തന്നെ എഴുതിയിരിക്കുക. എക്സിൻ്റെ കൂടെ × 35 ഉള്ളത് ഇപ്പുറത്ത് വരുമ്പം ഡിവൈഡ് ബൈ 35 ആവും. 35 35 70. 70ൻ്റെ കൂടെ 35 + 35 70. അതിൻ്റെ കൂടെ വീണ്ടും 35 കൂട്ടിയാൽ 105 കിട്ടും. അതായത് 3 വട്ടം 35 എന്ന് പറഞ്ഞാൽ 105. അപ്പോൾ 3 × 7 21. ഇതെല്ലാം പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. 35 35 70. 70ൻ്റെ കൂടെ വീണ്ടും 35 105. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാം. 35 105ൽ 3 തവണ എന്ന് ചെയ്യാം. അതല്ലാതെയും ചെയ്യാം നമുക്ക്. 105 × 7 ഡിവൈഡഡ് ബൈ 35 ഈസ് ഈക്വൽ ടു x. 7 35ൽ 5 തവണ, 5 105ൽ, 10ൽ 5 2 തവണ, 5ൽ 1 തവണ. അപ്പോൾ ഉത്തരം x ഈസ് ഈക്വൽ ടു
21 അങ്ങനെയും കിട്ടും നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 15 × 51/2 2 9 5. 15ൽ 5 3 തവണ, ഇതും 5 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന. 22ൽ 5 4 തവണ 20, മിച്ചം 2. 29ൽ 5 5 തവണ, 25 പോയിട്ട് 4 45, 45ൽ 5 9 തവണ. ഓക്കെ, എഗെയിൻ 3നെയും 459നെയും കട്ട് ചെയ്യാൻ പറ്റും. 4ൽ 3 1 തവണ, മിച്ചം 1 15, 15ൽ 3 5 തവണ, ബാക്കി 9, 9ൽ 3 തവണ. ഓക്കെ, ഇപ്പോൾ എന്താ വന്നേ? ഈ സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണാൻ വേണ്ടി എഴുതിയതാ. 51/153. 50 3 വട്ടം 150. 51 3 വട്ടം 53. ശരിക്കും ഇതിൻ്റെ 3 ഇരട്ടി ഇതൊന്ന് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പഠിക്കണം, ശീലിക്കണം. 50 3 മടങ്ങാകുമ്പോൾ 150 ആകും. അപ്പോൾ ഒരു 1 3 മടങ്ങാകുമ്പോൾ 3 ആകില്ലേ? അപ്പോൾ 51 3 മടങ്ങാകുമ്പോൾ 153 ആകും അല്ലേ? അപ്പോൾ 53 3 മടങ്ങ് ഇതിൽ വരും. അപ്പോൾ ഉത്തരം 1/3 വരും. ഓക്കെ, അടുത്തത് 4 8 6 0. 4 8 6 0. 48 6ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളത്, 60 6ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം 6 കൊണ്ട് മൾട്ടിപ്പിൾ വരുന്നതാണ് ടേബിൾ അറിയാവുന്ന ഒരാൾക്കറിയാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. 12ൽ 6 2 തവണ. 6 കൊണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. 48ൽ 6 8 തവണ 48. 6 8 48. അത് കഴിഞ്ഞ് മിച്ചം 6 വരും. അടുത്തത് 6 വരും. 6ൽ 1 തവണ 0. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. 8ൽ 2 4 തവണ, മിച്ചം 1 ആണ്. 1ന് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 0 ഇട്ട് അപ്പുറത്ത് 10 ആക്കും. 10ൽ 5 തവണ. അപ്പം 405/45. 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 കൊണ്ട് ഇതിൽ 9, 5 കൊണ്ട് ഇവിടെ 8 81. അപ്പോൾ 81/9. 9 9 81. ഉത്തരം 9. ഓക്കെ, എഗെയിൻ ഇത് നേരത്തെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തതാ. ഒരേ കണക്കാണ്, അത് നോക്കേ. ഇവിടെ പ്ലസ് 81 + 63/27. ഇതൊരു കണക്കാണ്. 4 കണക്കുകളായത്. ഇതൊരു കണക്കാണ്. ഇത് മൈനസ് വന്നാൽ, ഇത് മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ, ഇത് ഡിവിഷൻ വന്നാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടേക്കാണ് 4 ഓപ്പറേഷൻ വന്നാൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ പ്ലസ് വന്നാൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇത് രണ്ടും പ്ലസ് ചെയ്യണം, എന്നിട്ട് കട്ട് ചെയ്യണം. അതല്ലെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് ഇവിടെയും കട്ട് ചെയ്യണം, ഇവിടെയും കട്ട് ചെയ്യണം. ഇതേ കണക്ക് ഇവിടെയും കട്ട് ചെയ്യേണ്ടി വരും. അതിലും എളുപ്പം അത് രണ്ടും കൂട്ടിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു കണക്കിൽ. അപ്പോൾ 81ഉം 63ഉം കൂടെ കൂട്ടിയാൽ 1ഉം 3ഉം 4, 8ഉം 6ഉം 14/27. അപ്പോൾ ഇതിൽ 3 ഉണ്ടോ നോക്കാം, ഇതിൽ 3 ഉണ്ടോ നോക്കാം. 3 9 27. 14ൽ 3 4 തവണ 12, 24ൽ 8 48/9 വരും. 48ൽ 3 ഉണ്ടോ? ഉണ്ട്. 4ൽ 1 തവണ, മിച്ചം 18. 18ൽ 3 6 തവണ, ഇതിൽ 3. ഉത്തരം 16/3. ഓക്കെ, അടുത്ത് നോക്കി. 81 × 63/27. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇതിൽ 9 ഉണ്ട്, 9 9 തവണ. ഇതിൽ 9 ഉണ്ട്, 3 തവണ. അപ്പോൾ ഈ 3ന് നമുക്ക് ഇവിടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. 3 6ൽ 2 തവണ, 3ൽ 1 തവണ. അപ്പോൾ 9 × 21 189. വേണ്ടോ? ഈ പ്ലസ് ആയിരുന്നപ്പോൾ അതിൻ്റെ ആൻസർ വേറെ, മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ അതിൻ്റെ ആൻസർ വേറെ. ഇനി സബ്ട്രാക്ഷൻ വരുമോ? 81ൽ നിന്ന് 63 കുറയ്ക്കണം. 80ൽ നിന്ന് ആദ്യം 60 കുറയ്ക്കുക. 80ൽ നിന്ന് ആദ്യം 60 കുറയ്ക്കുമ്പോൾ എത്ര വരും? 21. 21ൽ നിന്ന് 3 കുറച്ചാലോ? 18. 18/27. 9 2 തവണ, 9 3 തവണ, 2/3. അടുത്തത് 81/63 × 27. എങ്ങനെ ചെയ്യാം? 81/63 × 27. ഈ 63ഉം കൂടെ ഡിനോമിനേറ്ററിൽ പോകും. അവിടെ ഓൾറെഡി ഉള്ള നമ്പർ അവിടെ തന്നെ കിടക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം. അപ്പോൾ 9 ഇതിൽ 9 തവണ, 9 ഇതിൽ 3 തവണ.
9 63-ൽ 7 തവണ. ദാറ്റ് ഈസ് ഈക്വൽ ആൻസർ 1/21. 7 ഗുണം 3 21, മുകളിൽ 1, 1/21. 4ഉം 4 തരത്തിലാണ് വന്നത് അല്ലേ. അപ്പോൾ പ്ലസ് ആകുമ്പോൾ എന്ത് ചെയ്തു, നമ്മളത് കൂട്ടിയിട്ട് മാത്രം അതിനെ ഡിവൈഡ് ചെയ്തു. മൈനസ് ആയപ്പോൾ എന്ത് ചെയ്തു, അതിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് മാത്രം നമ്മൾ ഡിവൈഡ് ചെയ്തു. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്രോസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഡിവിഷനും അതേ കണക്ക് തന്നെയാണ്. ഡിവിഷൻ ആകുമ്പോഴും നമ്മൾ എന്ത് ചെയ്തു, ഡിവിഷൻ ആയപ്പോഴും അതിനെ യഥാസ്ഥാനങ്ങളിൽ ഇട്ട് ക്രോസ് ക്യാൻസൽ ചെയ്യുക ചെയ്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 4952 ബിഗർ ക്യാൻസലേഷനാണ് നമ്മൾ നോക്കുന്നത്. 4952 ഡിവൈഡ് ബൈ 3672. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കിയാൽ 72 ആണ്. 72 4 കൊണ്ട് ഡിവിസിബിൾ. അപ്പോൾ 2 നമ്പർ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 49572-ൽ 4 4 4-ൽ 1 തവണ, 9-ൽ 4 2 തവണ, 9-ൽ നിന്ന് 8 പോയാൽ മിച്ചം 1 15. 15-ൽ 4 3 തവണ 12, മിച്ചം 3 37. 37-ൽ 4 9 തവണ 36, മിച്ചം 1. ഇവിടെ പോകുമ്പോൾ ബാലൻസ് 12 വരും. 12-ൽ 4 3 തവണ. ദെൻ 36 72-ൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 4s are 36, 9. 7-ൽ 4 1 തവണ, മിച്ചം 3. 32-ൽ 4 8 തവണ. അപ്പം എങ്ങനെ വന്നു അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. 9 1 8 കൂട്ടിയാൽ 9 + 1 10, 10 + 8 18 വരും. 18 തമ്മിൽ കൂട്ടിയാൽ 9 വരും. അപ്പോൾ 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. മുകളിലത്തെ നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 2 3 വരും. 3 3 6 വരും. 6ഉം 9ഉം 15, 15 3ഉം 18. അതെ, 9 കൊണ്ട് ഡിവിസിബിളാണ്. ഡിജിറ്റ് സം 9 വരുന്നത്. ഇതിൻ്റെയും ഡിജിറ്റ് സം 9 വരുന്നത്, ഇതിൻ്റെ ഡിജിറ്റ് സം 9 വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. താഴെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9-ൽ 1 തവണ, 1-ൽ 0 തവണ, 18ആയി മാറുമ്പോൾ അതിനകത്ത് 2 തവണ 102. അഗൈൻ 12-ൽ 9 1 തവണ, മിച്ചം 3. 33-ൽ 3 തവണ 27, 27 പോയാൽ ബാക്കി 6 69. 69-ൽ 7 വെച്ചിട്ട് 63, 63 കഴിഞ്ഞ് മിച്ചം 6, 6 വീണ്ടും കട്ട് ചെയ്യുമ്പോൾ 7. 1377/102 എന്ന് വരും. 1377/102 എന്ന് പറഞ്ഞു വരും. ഓക്കെ, 2. അപ്പോൾ ഇത് നമ്മളപ്പോൾ ആദ്യം 4 കൊണ്ട് ചെയ്തു, പിന്നെ 9 കൊണ്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് നോക്കാം. ലാസ്റ്റ് 7 വരും 1-ൽ, ഇവിടെ 2 വരും. നമുക്ക് 2 കൊണ്ട് എന്തായാലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതെല്ലാം കൂട്ടുമ്പം 3 വരണം. അപ്പോൾ ഇത് 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 1 3 ഇത് 4 വരും. 7 7ഉം 14 വരും. 14 1 3ഉം 4, 4ഉം 7ഉം 11, 11ഉം 7ഉം 18. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 3 4 തവണ 12, മിച്ചം 1 17. 17-ൽ 3 5 തവണ, മിച്ചം 2 27. 27-ൽ 9 തവണ. അപ്പോൾ 3 10-ൽ 3 തവണ, ദെൻ 1 12, 12-ൽ 3 4 തവണ. ഓക്കെ, അപ്പം എന്ത് വന്നു? 4 5 9 ഡിവൈഡ് ബൈ 34 എന്ന് വന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം. 34 എന്ന് പറഞ്ഞാൽ 2 കൊണ്ടും 17 കൊണ്ടും മാത്രമേ ഉള്ളൂ. 2ഉം 17ഉം കൊണ്ടേ ഉള്ളൂ. അതിലേതെങ്കിലും ഇതിലുണ്ടാവണോ, ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ട് നമ്മുടെ കണക്ക് തീർന്നു. 2 കൊണ്ട് ഇതിനെ ചെയ്യാൻ പറ്റില്ല. ഇനി 17 കൊണ്ട് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 17 2 തവണ 34, 17 3 തവണ 51. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ 17 2 തവണ 34, മിച്ചം 11 119. 119-നകത്ത് 7 ഉണ്ടോ, 17 ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 7-ൽ 9 വരണമെങ്കിൽ 7 ഉണ്ടോയെന്ന് ഗുണിച്ച് നോക്കാം. 7 7 49, 7 7 49, 9 4, 7 7 7 + 4 11. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ 17 119-ൽ 7 തവണ, 17 ഇവിടെ 2 തവണ. അപ്പോൾ ഉത്തരം എന്താ വരിക? 27/2
2 വന്നു. ഓക്കെ, ബിഗർ കാൽക്കുലേഷൻ കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസിൽ നമുക്ക് പറ്റുന്ന ഫാക്ടേഴ്സ് കൊണ്ട് കണ്ടുപിടിക്കുന്ന ഫാക്ടേഴ്സ് കൊണ്ട് കട്ട് ചെയ്യും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള ടേബിൾസ് ഹെൽപ്പ് ചെയ്യും. അവിടെ 34 എനിക്കറിയാം, 17 ടേബിളിനകത്ത് ഇരട്ടിയാണെന്നറിയാം. അതേ കണക്ക് തന്നെ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ അപ്ലൈ ചെയ്തു. അതേ കണക്ക് നമ്മൾ കണ്ടുള്ള എക്സ്പീരിയൻസും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ആ സെയിം കണക്ക് തന്നെയാണിത്. ഡെസിമൽ പ്ലേസ് വരുന്നേ ഉള്ളൂ. ഡെസിമൽ പ്ലേസ് മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ അത് മാറാൻ 100 കൊണ്ട് ചെയ്തു. താഴെയും അതേ 100 കൊണ്ട് ചെയ്തപ്പോൾ മുകളിലും താഴത്തെയും ഡെസിമൽ പ്ലേസ് മാറി. 49572 ഡിവൈഡഡ് ബൈ 3672 ആയി മാറി. ബാക്കി സോൾവ് ചെയ്യും. ഇതും അതേ കണക്കൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. 183.6 ഡിവൈഡഡ് ബൈ 12.24. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? താഴെ 2 ഡെസിമൽ പ്ലേസ്, മുകളിൽ 1 ഡെസിമൽ പ്ലേസ്. കംപ്ലീറ്റ് ആയിട്ട് ഡെസിമൽ പ്ലേസ് കളയാൻ വേണ്ടി 100 കൊണ്ട് താഴെയും മൾട്ടിപ്ലൈ ചെയ്തു, 100 കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1836 ഒരു ഡെസിമൽ പ്ലേസ് മാറി, പക്ഷേ മിച്ചം ഒരു 0 ഉണ്ടായിരുന്നത് അവിടെ 0 വന്നു. താഴെ 2 ഡെസിമൽ പ്ലേസ് മാറി, 1224 വരും. സോൾവ് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്യാൻസലേഷൻ്റെ എല്ലാ ടൈപ്പും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓർക്കുക, ഇതൊരു 2 അവേഴ്സോളം വരുന്നതാണ്. കാരണം ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി പല പരീക്ഷയിലും പല ചാപ്റ്ററിലെയും ലാസ്റ്റ് സ്റ്റെപ്പുകൾ എടുത്താണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തിയായി വന്നത്. ഇത് കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അറിയേണ്ട 1-2 കാര്യങ്ങളോടുകൂടി നമ്മൾ ഈ സെഷൻ എൻഡ് ചെയ്യുകയാണ്. ചില കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, തെറ്റായ നമ്പേഴ്സ് വെച്ച് ക്യാൻസൽ ചെയ്യുക. ഡിവിസിബിലിറ്റി ഒന്നും ശ്രദ്ധിക്കാണ്ട് റോങ് നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവിസിബിലിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുള്ളൂ. കണ്ണിൽ കാണുന്ന നമ്പർ അപ്പോൾ കയറി അങ്ങ് ഡിവൈഡ് ചെയ്യരുത്. ഡിവിസിബിലിറ്റി കറക്റ്റ് ആണോ, ഈ നമ്പർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ദെൻ ചില കുട്ടികൾ ക്യാൻസലേഷൻ ചെയ്യുന്നതിന് മുന്നേ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിലുള്ള നമ്പേഴ്സിനെല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക, ഡിനോമിനേറ്ററിലുള്ള നമ്പറെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക, എന്നിട്ട് കൊണ്ടുവന്ന് കട്ട് ചെയ്യാൻ നിൽക്കും. അത് തെറ്റാ. ആദ്യം കട്ട് ചെയ്ത് ചെറുതാക്കുക, എന്നിട്ട് മാത്രമേ എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. ദെൻ ബിഗർ നമ്പർ കണ്ടാൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള പേടി, അത് ചെയ്ത് ശീലിച്ചാൽ ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ആൻഡ് ഫാക്ടർ സ്പോട്ടിങ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, അതായത് ഒരു നമ്പർ കണ്ടാൽ ഓക്കെ ഇതിനകത്ത് 7 ഉണ്ട്, താഴെയും 7 ഉണ്ട് എന്നൊക്കെ ഐഡൻറ്റിഫൈ, മുകളിൽ 15 ആണ്, താഴെ 45 ആണ്, 15 3 തവണ 45 ആണ് എന്നൊക്കെ ഉള്ളത് ഫാക്ടേഴ്സ് കണ്ട് സ്പോട്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യുക. ബിഗ് നമ്പേഴ്സിനെ കണ്ട് പേടിക്കരുത്. ഓക്കെ, ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡെയിലി അടുത്ത 21 ദിവസത്തേക്ക് 20 ഫ്രാക്ഷൻ സിംപ്ലിഫിക്കേഷൻ ഡെയിലി ചെയ്യുക. 21 ദിവസത്തേക്ക്. അതും ടൈംഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. 10 ക്വസ്റ്റ്യൻ 2 മിനിറ്റ്, 10 ക്വസ്റ്റ്യൻ 2 മിനിറ്റ് വീതം 2 സെറ്റായിട്ട് ചെയ്യാൻ നോക്കുക. അത് കണക്ക് ഡെയിലി ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ക്യാൻസലേഷൻ ചെയ്യുക. പറ്റുമെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻ 2 സെറ്റ് ചെയ്യുന്നത് കണക്ക് 20 സെറ്റ് ഫ്രാക്ഷൻ ചെയ്യുന്നത് കൂടാണ്ട് ക്രോസ് ക്യാൻസലേഷൻ ഉള്ള ഒരു 5 മിനിറ്റ് ക്രോസ് ക്യാൻസലേഷൻ പ്രാക്ടീസ് ചെയ്യുക. 21 തൊട്ട് 30 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ശീലവും നിങ്ങളുടെ സ്പീഡും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഗോള് ക്യാൻസലേഷൻ ചെയ്ത് ശീലിച്ച് നമ്പേഴ്സ് കാണുമ്പോൾ ഇതും ക്യാൻസൽ ചെയ്യാമെന്നുള്ള നോളജ് ഡെവലപ്പ് ചെയ്യുക. കാണുമ്പോൾ തന്നെ ക്യാൻസലേഷൻ ഇവിടെ ഇതും കട്ട് ചെയ്യാമെന്നുള്ള നോളജ് ഡെവലപ്പ് ചെയ്യുക. ദെൻ നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ അത് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ഉത്തരം കണ്ടുപിടിക്കുന്നതിലും ഫാസ്റ്റായിട്ട് നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന ലെവലിലോട്ട് എത്തുക. കാണുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് കട്ട് ചെയ്ത് വാല്യൂസ് എഴുതുക. ഓർക്ക് അങ്ങനെയുള്ള വാല്യൂസാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന ആളുകൾ ഇടുന്നത്. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ദെൻ ഈ പറഞ്ഞ 21 to 30 ഡേയ്സ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മാസ്റ്ററിയിലെത്തുക. ദെൻ ഈ ഉപയോഗിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിക്കും, അതിനകത്ത് അപ്ലൈ ചെയ്ത് പോവുക. നിങ്ങളെക്കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ അത് എടുക്കാൻ പറ്റുന്നൊരു സ്കില്ല. ജസ്റ്റ് പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് കാര്യം ഞാൻ ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾ ചെയ്ത് കാണുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് ഒന്നുകൂടെ ട്രൈ ഔട്ട് ചെയ്യുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്ത് തരാം. വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി. താങ്ക് യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.